ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്സാൻ വൈലേണി. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ക്ലാസ് 5 SOF ഒളിമ്പിയാഡ്സിൽ മെൻ്റൽ എബിലിറ്റി എന്നുള്ള സെഷൻസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മെൻ്റൽ എബിലിറ്റി എന്നുള്ള സെഷനിൽ നിന്ന് അല്ലേ, നമ്മൾ SOF എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SOF എക്സാമിന് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമ്മളെ SOF എക്സാമിൽ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. ആ 50 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 3 സെഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് സെഷൻ നമ്മളെ മെൻ്റൽ എബിലിറ്റി ആണ്. സോ ഫസ്റ്റ് സെഷൻ മെൻ്റൽ എബിലിറ്റി ആണ്. ആ മെൻ്റൽ എബിലിറ്റിയിൽ അതായത് നമ്മൾ മാത്സുമായി ബന്ധപ്പെട്ട ലോജിക്കൽ റീസണിങ്, മാത്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു മെൻ്റൽ എബിലിറ്റി എന്നുള്ള സെഷനിൽ വരിക. ഇതിൽ നിന്ന് ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 10 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് 1 മാർക്ക് വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ 1 മാർക്കാണ്. ആൻഡ് രണ്ടാമത്തെ സെഷൻ സയൻസ് ആണ്. ഓക്കെ, സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മളെ സോഷ്യൽ സയൻസ് വരും, എൻവിറോൺമെൻറ്റൽ സയൻസ് വരും, നമ്മൾ GK വരും, GK ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നിന്നുണ്ടാവുക. ഓക്കെ, 35 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഈ ഒരു 35 ക്വസ്റ്റ്യൻസിനും 1 മാർക്ക് വെച്ചിട്ടാണ്. ആൻഡ് മൂന്നാമത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ അച്ചീവേഴ്സ് സെഷനാണ്. സോ അച്ചീവേഴ്സ് സെഷനിൽ നമുക്ക് ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 5 ക്വസ്റ്റ്യൻസിനും 3 മാർക്സ് വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇത് കുറച്ചും കൂടിയും അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ മാത്സിലും സയൻസിലും നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും കുറച്ച് ലെങ്തി ആയിരിക്കും. ആൻഡ് നമുക്ക് മാർക്കും അതുപോലെ 3 മാർക്സ് വെച്ച് ഓരോ ക്വസ്റ്റ്യനും. സോ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ SOF ഒളിമ്പിയാഡിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ മെൻ്റൽ എബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ പോകാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷേപ്സ് ഹാസ് എ ലൈൻ ഓഫ് സിമെട്രി? ഓക്കെ, ഈ തന്ന ഷേപ്സിൽ ഏതിനൊക്കെയാണ് ഒരു ലൈൻ ഓഫ് സിമെട്രി ഉള്ളത് എന്നാണ് ചോദ്യം. സോ വാട്ട് ഈസ് ലൈൻ ഓഫ് സിമെട്രി? എന്താണ് ലൈൻ ഓഫ് സിമെട്രി? നിങ്ങൾ സിമെട്രി എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടോ? നമ്മൾ സിമെട്രി എന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു ലൈൻ വരച്ചാൽ, ഞാനൊരു ഫിഗർ, നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ തന്നെ നോക്കാം. ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചാൽ ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള പിക്ചറും അല്ലേ, രണ്ടിൻ്റെയും സ്ട്രക്ചർ സെയിം സ്ട്രക്ചറാണ് അല്ലേ, സെയിം സ്ട്രക്ചറാണ് ഈ രണ്ട് ഭാഗത്തോട്ട്. ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടുള്ള സ്ട്രക്ചറും ഈ ഒരു ഭാഗത്തുള്ള സ്ട്രക്ചറും സെയിം ആണ്. നമ്മൾ അങ്ങനത്തെ ഷേപ്സിനാണ് സിമെട്രിക്കൽ ഷേപ്സ് എന്ന് പറയാം. ആൻഡ് ആ സിമെട്രി വരുന്ന ആ ലൈൻ, ഓക്കെ, ഏത് ലൈനിന് ആണോ സിമെട്രി വരുന്നത് ആ ലൈനാണ് നമ്മൾ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയും. ക്ലിയർ അല്ലേ? സോ അതാണ് സിമെട്രി. എന്നാൽ ലൈൻ ഓഫ് സിമെട്രി എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ഇവിടെ ടീൻ്റെ കാര്യത്തിൽ ഈ ഒരു ടി എന്നുള്ള ആൽഫബറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളെ ആൽഫബറ്റ് അല്ലേ, ഈ ഒരു ആൽഫബറ്റിൽ നമ്മൾ ഈ രൂപത്തിലൊരു ലൈൻ ഓഫ് സിമെട്രി വരച്ചാൽ സിമെട്രി ഇല്ല. ബട്ട് ഇവിടെ ഹൊറിസോണ്ടലി നമ്മളൊരു ലൈൻ ഓഫ് സിമെട്രി. സോ എന്താണ് വെർട്ടിക്കൽ, എന്താണ് ഹൊറിസോണ്ടൽ? ഇവിടെ വെർട്ടിക്കൽ സിമെട്രി അല്ലേ, വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രിയാണ്. അതായത് നമ്മൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് ആ രൂപത്തിലുള്ള വെർട്ടിക്കൽ ലൈനാണ്. ഈ ഒരു ടീൻ്റെ കേസിലോ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സിമെട്രിയാണ്. ക്ലിയർ ആയില്ലേ? രണ്ട് ടൈപ്പ് ഉള്ളത്, വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രിയും ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സിമെട്രി. സോ ഇവിടെ ഈ ഒരു ടി സിമെട്രിക്കൽ ആണ്, ബട്ട് അത് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സിമെട്രിയിലാണ്. ആൻഡ് ഇവിടെ ഈ ഒരു ഫിഗറോ, ഇവിടെയും സിമെട്രി ഉണ്ട് അല്ലേ. ഈ ഒരു ലൈൻ ഓഫ് സിമെട്രിയിൽ ഈ രണ്ട് ഭാഗത്തും സെയിം സ്ട്രക്ചറാണ് വരുന്നത്. സോ എന്താണ് സിമെട്രി എന്നുള്ളത് ക്ലിയർ ആയല്ലോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഇതിൽ യൂഷ്വലി വരാൻ സാധ്യതയുള്ളത് നമ്മൾ ആൽഫബറ്റ്സിൻ്റെ കാര്യത്തിൽ വരാം അല്ലേ, ആൽഫബറ്റ്സിൻ്റെ വെച്ചിട്ട് വരാം, നമ്പേഴ്സിൽ വെച്ചിട്ട്. ഞാൻ ചോദിക്കുകയാണ്, 2 എന്നുള്ള നമ്പറിന് ഒരു ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ? 2 എന്നുള്ള നമ്പറിനുണ്ടോ? ഇല്ല അല്ലേ. കാരണം നമ്മൾ എങ്ങനെ നോക്കിയാലും അതൊരു കറക്റ്റ് ഒരു സിമെട്രിക്കലായിട്ട് രണ്ട് സൈഡിലും സെയിം സ്ട്രക്ചറായിട്ട് വരില്ല. ബട്ട് ഞാൻ 3 എന്നുള്ള നമ്പർ എടുത്തു. 3 ലൈൻ ഓഫ് സിമെട്രി ഇല്ലേ, ഇവിടെ ഒരു ലൈൻ വരച്ചാൽ അല്ലേ, രണ്ട് ഭാഗത്തോട്ടും സെയിം സ്ട്രക്ചർ ആയിരുന്നു. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷേപ്സ് ഹാസ് എ ലൈൻ ഓഫ് സിമെട്രി? ഇതിൽ തന്ന ഷേപ്സിൽ ഏതിനൊക്കെയാണ് ലൈൻ ഓഫ് സിമെട്രി ഉള്ളത്? നമ്മൾ ഫസ്റ്റ് ഷേപ്പ് ഒരു സർക്കിളാണ്. സർക്കിളിന് ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ ഇല്ലേ? നമ്മൾ ഒരു സർക്കിൾ വരച്ച് നോക്കാം. അപ്പോൾ ഞാനൊരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഒരു സർക്കിൾ ഡ്രോ ചെയ്തു. ഇതിന് ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ ഇല്ലേ? ഇവിടെ യെസ്, ഇതിന് എത്ര ലൈൻ ഓഫ് സിമെട്രി ഉണ്ട് അറിയോ? ഇതിന് ഇൻഫൈനൈറ്റ്. അതായത് നമുക്ക് എത്ര ലൈൻ ഓഫ് സിമെട്രീസ് വേണമെങ്കിലും വരയ്ക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ സെൻറ്ററിലൂടെ, കറക്റ്റ് സെൻറ്ററിലൂടെ ലൈൻ വരച്ചാൽ അതിൻ്റെ ലൈൻ ഓഫ് സിമെട്രി ആയിരിക്കും. ഇത് നമുക്ക് ഏത് ഡയറക്ഷനിലും വരക്കാം അല്ലേ. നമുക്ക് എങ്ങനെ വരച്ചാലും അതൊക്കെ ഒരു ലൈൻ ഓഫ് സിമെട്രി ആയിട്ടാണ് വരിക. ക്ലിയർ അല്ലേ? സോ ഒരു സർക്കിളിലുള്ള ഷേപ്പിന് നമുക്ക് ഒരുപാട്, അതായത് ഇൻഫിനിറ്റ്, നമുക്ക് എത്ര വേണമെങ്കിലും ലൈൻ ഓഫ് സിമെട്രീസ് വരക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഷേപ്പാണ് സർക്കിൾ. സർക്കിൾ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ ഇല്ലേ? ഒരു ലൈൻ ഓഫ് സിമെട്രി എങ്കിലും ഉണ്ടോ, അറ്റ്ലീസ്റ്റ് 1 അല്ലേ. സോ എന്തായാലും സർക്കിളിനുണ്ട്. അടുത്തത് സ്ക്വയർ. ഒരു സ്ക്വയർ ഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഒരു സ്ക്വയർ ഡ്രോ ചെയ്തു.
സ്ക്വയറിന് ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ? അതിനും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ ഓഫ് സിമെട്രി വരക്കാം. അപ്പോഴും നമ്മൾ രണ്ട് സൈഡിലും സെയിം രൂപത്തിലാണ്. ഇനി അത് മാത്രമല്ല, സ്ക്വയറിൻ്റെ കേസിൽ നമുക്കിങ്ങനെ ഡയഗനലിയും വരക്കാൻ പറ്റും അല്ലേ. ഈ ഒരു ഡയഗനൽ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സൈഡും സെയിം സ്ട്രക്ചറാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഡയഗണൽ മാത്രമല്ല വേറൊരു ഡയഗണലുണ്ട്, ഈ ഒരു രൂപത്തിലും ഡയഗണൽ വരാം. സ്ക്വയറിന് ടോട്ടൽ 4 ലൈൻ ഓഫ് സിമെട്രീസ് ഉണ്ട്. ഓക്കെ അല്ലേ. സോ ഇനി എന്തായാലും നമുക്ക് ഇവിടെ ചോദിച്ചതുള്ളത് ഒരു ലൈൻ ഓഫ് സിമെട്രി ഉള്ളത്, അറ്റ്ലീസ്റ്റ് 1 ഉള്ളതെന്നുള്ള. സോ സ്ക്വയറിനും ഉണ്ട്. ഇനി റെക്റ്റാങ്കിൾ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ ഡ്രോ ചെയ്യാം? നമുക്കൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യാം. റെക്റ്റാങ്കിൾ ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ? അതിനും ഉണ്ട്. നമുക്കൊരു ഹൊറിസോണ്ടലായിട്ട് ലൈൻ ഓഫ് സിമെട്രി വരക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ലൈൻ ഓഫ് സിമെട്രി വരക്കാം. രണ്ട് ലൈൻ ഓഫ് സിമെട്രി നമ്മളെ റെക്റ്റാങ്കിളിനുണ്ട്. സോ ഈ തന്ന ഈ 3 സ്ട്രക്ചേഴ്സിനും 3 പോളിഗൺസിനും നമുക്ക് എന്തുണ്ട്? പോളിഗൺസ് അല്ല, 3 ഷേപ്സിനും നമുക്ക് എന്തുണ്ട്? ലൈൻ ഓഫ് സിമെട്രി ഉണ്ട് അല്ലേ. സോ നമ്മുടെ ആൻസർ ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരല്ലേ ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. ഈ 3 സ്ട്രക്ചേഴ്സിനും ലൈൻ ഓഫ് സിമെട്രി. ക്ലിയർ അല്ലേ. സോ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ലെറ്റർ ഹാസ് നോ ലൈൻ ഓഫ് സിമെട്രി. ഇതിൽ തന്ന ലെറ്റേഴ്സിൽ ഏത് ലെറ്ററിനാണ് ലൈൻ ഓഫ് സിമെട്രി ഇല്ലാത്തത്? ഓക്കെ, വിച്ച് ഹാസ് നോ ലൈൻ ഓഫ് സിമെട്രി എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് തന്ന ഫസ്റ്റ് എ എന്നുള്ള ആൽഫബറ്റിന് ലൈൻ ഓഫ് സിമെട്രി ഇല്ലേ? ഉണ്ടല്ലേ. നമുക്ക് വെർട്ടിക്കലായിട്ട് ഇവിടെ ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരച്ചൂടെ ഇത് അല്ലേ, എ എന്നുള്ള ആൽഫബറ്റ് വരച്ചിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഓഫ് സിമെട്രി വരച്ചാൽ രണ്ട് സൈഡിലും സെയിം സ്ട്രക്ചറാണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യല്ല, കാരണം എ എന്നുള്ള ആൽഫബറ്റിന് ഒരു ലൈൻ ഓഫ് സിമെട്രി. അപ്പോൾ അടുത്തത് ജി നമുക്ക് എങ്ങനെയെങ്കിലും വരക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ഇങ്ങനെ വെർട്ടിക്കലി വരക്കില്ല, സോറി ഹൊറിസോണ്ടലി വരക്കാൻ പറ്റില്ല, വെർട്ടിക്കലി പറ്റില്ല, ഡയഗണലി ഒന്നും പറ്റില്ല അല്ലേ. സോ ജി ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് എന്തായാലും നമ്മൾ സിയും ഡിയും, ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നോക്കാം. ഇവിടെ എമ്മിന് ഈ രൂപത്തിൽ വരച്ചൂടെ? യെസ്. യുവിന് ഈ രൂപത്തിൽ വരച്ചൂടെ? സോ നമ്മുടെ ആൻസർ ഏതാണ് വരിക? ഇവിടെ ഓപ്ഷൻ ബി ജി ആണ് ലൈൻ ഓഫ് സിമെട്രി ഇല്ലാത്ത ആൽഫബറ്റ് ഈ തന്ന ആൽഫബറ്റ്സിൽ. ക്ലിയർ അല്ലേ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റേഴ്സ് ഹാവ് എ വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി ഉള്ളത് ഏതിനാണെന്നാണ്. ഏതെങ്കിലും ലൈൻ ഓഫ് സിമെട്രി പോരാ, വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ ഓഫ് സിമെട്രി. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ലൈൻ ഓഫ് സിമെട്രി അല്ലേ. സോ സീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ 4 നമ്പേഴ്സ് നമ്മൾ തന്ന ഓപ്ഷൻസ് നോക്കാം. സിയിൽ ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്, ബട്ട് അത് ഹൊറിസോണ്ടലാണ്, നമ്മുടെ ആൻസർ അല്ല. ഡിക്കും ഹൊറിസോണ്ടൽ ആയിട്ടുണ്ട്, നമ്മുടെ ആൻസർ അല്ല. നമ്മൾ എച്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എച്ചിന് വെർട്ടിക്കൽ ആയിട്ടുണ്ട് അല്ലേ, ഈ രൂപത്തിൽ വരച്ചാൽ ലൈൻ ഓഫ് സിമെട്രി ആയിട്ടുണ്ട്. സോ നമ്മളെ എച്ച് ആണ് ഇവിടെ വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി ഉള്ള ആൽഫബറ്റ്. ഇനി അടുത്തത് ഈനാണെങ്കിലും ഹൊറിസോണ്ടൽ ആയിട്ടാണുള്ളത്, വെർട്ടിക്കലി നമുക്കിവിടെ ഒരു ലൈൻ ഓഫ് സിമെട്രി ഇല്ല. സോ ഇവിടെയും ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, എച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇനി നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഡാഷ് ഫിഗേഴ്സ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ലൈൻ ഓഫ് സിമെട്രി. ഒരു ലൈൻ ഓഫ് സിമെട്രി എങ്കിലും ഉള്ള എത്ര ഫിഗേഴ്സ് ആണത്? 4 ഫിഗേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 4 ഫിഗേഴ്സിൽ ഏതിനാണ് അറ്റ്ലീസ്റ്റ്, എത്ര ഫിഗേഴ്സിനാണ് അറ്റ്ലീസ്റ്റ് 1 ലൈൻ ഓഫ് സിമെട്രി ഉള്ളത്? നമ്മൾ ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിൽ ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ ഇല്ലേ? നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഫ്ലവറിന് ഉണ്ടോ? യെസ് ഉണ്ടല്ലേ. നമുക്കിതിന് ഈ രൂപത്തിൽ ലൈൻ ഓഫ് സിമെട്രി വരച്ചൂടെ? സെയിം സ്ട്രക്ചർ അല്ലേ രണ്ട് ഭാഗത്തും വരുന്നത്? യെസ് ആണ്. ഇനി ഇവിടെ മാത്രമാണോ? അല്ല, നമുക്ക് ഇനിയും വേറെ ഈ രൂപത്തിൽ വരക്കാം, ഈ രൂപത്തിൽ വരക്കാം. ഇങ്ങനെ നമുക്ക് ഒരുപാട് ലൈൻ ഓഫ് സിമെട്രീസ് ഉണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ലൈൻ ഓഫ് സിമെട്രി എങ്കിലും വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫിഗറിനുണ്ട്, നമുക്ക് കൗണ്ട് ചെയ്യാം 1. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ? നമ്മൾ ഹൊറിസോണ്ടലി ഇല്ല അല്ലേ, ഹൊറിസോണ്ടലി നമ്മൾ എങ്ങനെ വരച്ചാലും ലൈൻ ഓഫ് സിമെട്രി. ബട്ട് വെർട്ടിക്കലി ലൈൻ ഓഫ് സിമെട്രി വരച്ചൂടെ? യെസ്, ഒരു ലൈൻ ഓഫ് സിമെട്രി എന്തായാലും ഉണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യാം 2, ടോട്ടൽ 2 ആയി. ഇനി മൂന്നാമത്തെ സ്ട്രക്ചർ, ഇതിന് ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ? നമ്മൾ വരച്ച് നോക്കുക. നമ്മൾ എങ്ങനെ വരച്ച് നോക്കിയാലും, ഇപ്പോൾ ഹൊറിസോണ്ടലി വരച്ച് നോക്കിയാൽ രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് വന്നത്. നമ്മൾ ഈ ഒരു രൂപത്തിൽ വരച്ചാലും രണ്ടിലും ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ് വന്നത്. നമ്മളിങ്ങനെ ലൈൻ ഓഫ് സിമെട്രി വരച്ചാലും ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ് വരുന്നത് അല്ലേ. സോ നമ്മൾ എങ്ങനെ നോക്കിയാലും ഈ ഒരു ഫിഗറിന് നമുക്ക് ലൈൻ ഓഫ് സിമെട്രി ഇല്ല. ഇനി അടുത്തത് നാലാമത്തെ ഫിഗറാണ്. അപ്പോൾ ഈ നാലാമത്തെ ഫിഗറിൽ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി വരച്ചാൽ
ഇവിടെ ഷെയ്ഡർ ഇതാണ് വരുന്നത്. അതിൻ്റെ നേരെ ഈ ഭാഗത്താണ് ഷെയ്ഡായിട്ട് വരുന്നത് അല്ലേ? സോ അങ്ങനെയില്ല. നമ്മിനി വേർട്ടിക്കലി നോക്കുകയാണെങ്കിൽ വേർട്ടിക്കലിയും ഇല്ല. നമ്മളിങ്ങനെ ഡയഗണലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് വരുന്നുണ്ട്. ബട്ട് ഇവിടെ എ ബി എന്നുള്ള 2 ലെറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? ഈ 2 ലെറ്റേഴ്സിന് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടിലും ഇവിടെ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ എ ഇവിടെ ബി ഒക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു എയും ബിയും ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ലൈനോസിമെട്രി ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഡയഗണലി ഒരു ലൈനോസിമെട്രി. അവിടെ നമുക്കിവിടെ എ ബി ഒക്കെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഫിഗറിലുണ്ടോ ലൈനോസിമെട്രി ഉണ്ടോ? ഇല്ല. സോ ടോട്ടൽ എത്ര ഉള്ളത്? 2 ഫിഗേഴ്സിനാണ് ലൈനോസിമെട്രി ഉള്ളത് അല്ലേ? സോ നമ്മുടെ ഓപ്ഷൻ എ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഷെയ്ഡഡ് സ്ക്വയേഴ്സ് ദാറ്റ് മസ്റ്റ് ബി ആഡഡ് സോ ദാറ്റ് ദ ലൈൻ എം എൻ ബിക്കം എ ലൈൻ ഓഫ് സിമെട്രി? ഓക്കെ, നമുക്ക് ഈ ലൈൻ എം എൻ ഇതൊരു ലൈൻ ഓഫ് സിമെട്രി ആണ്. ലൈൻ ഓഫ് സിമെട്രി ആവണമെങ്കിൽ എന്താവണം? 2 സൈഡിലും സെയിം സ്ട്രക്ചർ വരണം അല്ലേ? സോ സെയിം സ്ട്രക്ചർ വരണമെങ്കിൽ നമ്മൾ എത്ര ഷെയ്ഡഡ് സ്ക്വയേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരിക? നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇവിടെ 2 സ്ക്വയേഴ്സ് വരുന്നുണ്ട്. അതിന് പകരമായിട്ട് ഇവിടെയും 2 സ്ക്വയേഴ്സ് വരണം അല്ലേ? ഇവിടെ സ്ക്വയേഴ്സ് ഇല്ല. നമുക്ക് കളർ ചെയ്യാം. 1 2 ഇപ്പം 2 ആയിട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ വരുന്നുണ്ട്. അതിന് പകരമായിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരണം അല്ലേ? അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. 3 ആയി. ഇനി നമ്മൾ ഇവിടെ ഉള്ള ഈ ഒരു സ്ക്വയറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ക്വയർ വേണം അല്ലേ? ഇവിടെ ഒരു സ്ക്വയർ വേണ്ടേ? ഈ ഒരു സ്ക്വയറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ക്വയർ വേണം, രണ്ടാമത്. സോ അവിടെ ഒന്നുകൂടി നമുക്ക് സ്ക്വയർ ചെയ്യാം. ഓക്കെ, 4 9. ഇനി ഇവിടെ ഉള്ളതിന് വേണ്ടി ഇവിടെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്നു അല്ലേ? സെയിം സ്ട്രക്ചർ ആവണമെങ്കിൽ അവിടെ നമുക്കൊന്ന് ചെയ്യാം. 5. ഇനി അടുത്ത ലൈനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 വരുന്നുണ്ട് അല്ലേ? ഈ 2 സ്ക്വയേഴ്സിന് വേണ്ടി ഇവിടെയും 2 സ്ക്വയേഴ്സ് വരണം. ഇവിടെ 2 സ്ക്വയേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അവസാനം കൗണ്ട് ചെയ്യാം അല്ലേ? എല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൗണ്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഇനി നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ആ ഒരു സ്ക്വയറിന് വേണ്ടി ഇവിടെ ഒരു സ്ക്വയർ വേണം. അപ്പോൾ അവിടെ നമുക്കൊരു സ്ക്വയർ മാർക്ക് ചെയ്യാം. യെസ്. ഇനി നെക്സ്റ്റ് ലൈനിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അതിന് പകരം ഇവിടെ സ്ക്വയർ വേണം. അവിടെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ 2 സ്ക്വയേഴ്സ്, അതിന് വേണ്ടി പകരം ഇവിടെ 2 സ്ക്വയേഴ്സ് വരണം അല്ലേ? അപ്പോൾ 2 സ്ക്വയേഴ്സ് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫിഗർ എന്തായി? ഒരു ലൈൻ ഓഫ് സിമെട്രി ആയി അല്ലേ? ഇവിടെ സിമെട്രിക്കലായി, നമ്മൾ ഷേപ്പ് സിമെട്രിക്കലായി. സോ നമ്മൾ എത്ര സ്ക്വയേഴ്സ് ആണ് ഇപ്പോൾ കളർ ചെയ്തത്? നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11. ടോട്ടൽ എത്ര? 11 സ്ക്വയേഴ്സ് ഇപ്പോൾ നമ്മൾ കളർ ചെയ്തു അല്ലേ? നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ 11 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ലൈൻ ഓഫ് സിമെട്രി നീ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യില്ലേ? യെസ്. സോ ഇത്രയാണ് നമ്മൾ ലൈൻ ഓഫ് സിമെട്രി എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമുക്കിനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ഇനിയും നമുക്ക് പല വീഡിയോസും വരാനുണ്ട്, പല സെഷൻസ്. നമ്മൾ സയൻസിൽ നിന്നൊക്കെ നമുക്ക് വേണം അല്ലേ? സോ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ SOF എക്സാം, ഒളിമ്പ്യാഡ്സിൻ്റെ ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, കോമ്പറ്റേറ്റീവ് എക്സാംസിന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തായിരിക്കും നമ്മൾ ഓരോരോ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.